ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവിടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഓണം എക്സാമിനുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പഠിച്ച് എക്സാം എഴുതാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് മൈക്കിൾ ജാക്സൺ യൂസിങ് ദ ഹിൻസ് ഗിവൺ. താഴെ നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്കിൾ ജാക്സനെ കുറിച്ച് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നെയിം, ബോൺ, പ്ലേസ് ഓഫ് ബർത്ത്, പ്രൊഫഷൻ, അവാർഡ്സ്, ഡെഡ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ മൈക്കിൾ ജാക്സൺ എന്ന ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. മൈക്കിൾ ജാക്സൺ വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 29, 1958 ഇൻ ഇൻഡിയാന. മൈക്കിൾ ജാക്സൺ ഓഗസ്റ്റ് 29 1958 ഇൻഡിയാനയിലാണ് ജനിച്ചത്. ഹി ഈസ് നോൺ ആസ് ദ കിങ് പോപ്പ്. He was an American singer, songwriter, record producer, dancer and actor. For over 40 years, he was a global figure in popular culture or pop culture, like movies, music, TV, sports news, politics, fashion and slang. He passed away on June 25, 2009. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൈക്കിൾ ജാക്സനെ കുറിച്ച് നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ. അതെല്ലാം ഒരേ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ കിട്ടുന്നതാണ്. പ്രൊഫൈൽ എഴുതുമ്പോൾ ഹെഡിങ് എഴുതാൻ മറന്നു പോകരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് Till based on your reading of the story The Mysterious Picture. The Mysterious Picture എന്ന പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടില്ലിനെ, അല്ലേ? അപ്പോൾ ടില്ലിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. വാണ്ടറർ, കണ്ണിങ്, ലുക്സ് ലൈക്ക് എ സ്കെൽറ്റൻ, ടോക്കേറ്റീവ്. ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ടിൽ എന്നുള്ളത്. ടിൽ വാസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഹി വാസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ. ഹി വാസ് എ ടാലൻറ്റഡ് പെയിൻറ്റർ ആൻഡ് ഹിസ് പെയിൻറ്റിംഗ് ഹാഡ് ഗ്രേറ്റ് സ്റ്റാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. He wandered from court to court on his donkey. He was slim and looked like a skeleton. Till wished to become a court painter. He always wore a cap with 3 feathers on it. He had a sense of humor. He valued his own freedom and creativity. He was talkative. The captain of the guard allowed him to meet the king. He saluted the archduke and submitted a painting of Our Lady the Virgin. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടില്ലിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ എഴുതി നിങ്ങൾ ഇതുപോലെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Sachin Tendulkar struggled hard and became a legendary cricketer. His experience as the real inspiration of every budding cricketer. Narrate in your words Sachin's experience that led to his resounding success. അപ്പോൾ ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ നമുക്കറിയാം. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ലെജൻഡറി ആണ്, അല്ലേ? അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ്. ആ ഒരു ഇൻസ്പിറേഷൻ്റെ അദ്ദേഹത്തിൻ്റെ ജേണിയെ കുറിച്ചിട്ട് നെറേറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. പാഷൻ ഫോർ ക്രിക്കറ്റ്, brother identities his talent, joins accurate search camp, rejoice training schedule, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, മോട്ടിവേഷൻ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ജേർണി ബിഹൈൻഡ് സച്ചിൻ, ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. Do you want to know how Sachin became a great legend? His autobiography, Playing It My Way, describes the tedious journey he traveled to become the god of cricket. Would you like to listen to it? Okay, I will narrate it to you. The training session at the summer camps wasn't an easy schedule for Sachin. His practice section at the summer camps were between 7:30 a.m. to 10:30 a.m. in the morning. He would then come back home and then return for a late evening practice. The schedule was very tough and he felt really exhausted by the end of the day. Moreover, his bus journey to Shivaji Park took 40 minutes from his house in Bandra. Can you imagine traveling so long every day?
Ajit, his brother, went along with him for a few days in the beginning and they had some interest conversation about cricket. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സച്ചിൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് നെറേറ്റ് ചെയ്ത് തരികയാണ് അല്ലേ. അപ്പം നെറേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ തുടങ്ങിയ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് ഹാപ്പൻ ടു മീറ്റ് ദ ഓൾഡ് പ്രീസ്റ്റ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ വൺസ് അഗെയിൻ. ഹി നറേറ്റ്സ് ഹിസ് എൻകൗണ്ടർ വിത്ത് ദ ഗോബ്ലിൻ റാറ്റ് ടു ദ പ്രീസ്റ്റ്. പ്രിപ്പയർ എ ലൈക്ലി നെറേറ്റീവ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദ ബോയിനെ നമുക്കറിയാം ഏത് പാഠഭാഗത്ത് ബന്ധപ്പെട്ടതാണ്. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ അവൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഓൾഡ് പ്രീസ്റ്റിനെ ഒരിക്കൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിന് നെറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ടു ദ നെക്സ്റ്റ് വില്ലേജ്. ഞാൻ നെക്സ്റ്റ് വില്ലേജിൽ നിന്നും എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഐ ഫൗണ്ട് എ ടെമ്പിൾ. ഞാൻ അവിടെ ഒരു ടെമ്പിൾ കണ്ടെത്തി. ഇറ്റ് വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ് ആൻഡ് എ കപ്പ് വർബ്സ്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ് വാസ് ദ പ്ലേസ് ഓഫ് എ മോൺസ്ട്രസ് റാറ്റ്. I entered and saw walls which were empty. I started painting cats. When I felt sleepy, I slept in a small room. After some time, hearing some sound, I woke up. When it was morning, I came out and saw a big rat killed. Because of the pictures of the cats, the big rat was killed. After that incident, I became a famous painter in Japan. അപ്പോൾ ഞാനവിടെ പോയി, എനിക്ക് ടെമ്പിൾ കണ്ടു, ഞാനവിടെ പോയി. അപ്പോൾ ടെമ്പിളിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചത്? അവിടെ കാറ്റിനെ വരച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന റാറ്റിനെ പിറ്റേ ദിവസം രാവിലെ കൊന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ജപ്പാനിലെ ഒരു ഫേമസ് പെയിൻറ്ററായി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Imagine that Velasco reaches home safely after the shipwreck. He feels greatly relieved. Later, he decided to write a letter one of his friends describing his experience in the sea. Draft a likely letter. എന്താണ് നമ്മുടെ വെലസ്കോ നമ്മുടെ ഷിപ്പ്റക്കിന് ശേഷം നാട്ടിലെത്തി അല്ല തിരിച്ചെത്തി. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് തൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ നമ്മളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ വേണം? പ്ലേസ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ USA 13 ഫെബ്രുവരി 1956 എന്ന ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡിയർ ജോൺ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. ഡു യു ഹേർഡ് എ ന്യൂസ് അബൌട്ട് മീ? നീ എന്നെക്കുറിച്ച് ന്യൂസ് കേട്ടോ? ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ബി അലൈവ് ആൻഡ് ബി എമംഗ് മൈ ഡിയർ വൺസ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇറ്റ് വാസ് ടെറിബിൾ എക്സ്പീരിയൻസ് അറ്റ് സീ. എനിക്ക് സീലുണ്ടായിരുന്നത് വളരെ ഭയാനകമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ഷിപ്പ് wreck, the loss of my friends, the terrible loneliness and hunger and thirst, and then the miraculous escape. എന്താണ്? എനിക്ക് എൻ്റെ ഷിപ്പ്റക്ക് ഉണ്ടായി, അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ നഷ്ടമായി, ഞാനവിടെ ഒറ്റക്കായി, എനിക്ക് വിശപ്പും ദാഹവും എല്ലാം ഉണ്ടായി. എവറിത്തിങ് ലുക്സ് ലൈക്ക് എ നൈറ്റ് മെയർ. എല്ലാം ഒരു ദിവാസ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഐ കുഡ് മാനേജ് ഓൾ ദോസ് അഡ്വൈസ് സിറ്റുവേഷൻസ്. എനിക്കറിയില്ല ഞാനിതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന്. ഈവൻ നൗ എനിക്കിപ്പോഴും അറിയില്ല. വെൻ ഐ തിങ്ക് ഓഫ് ഇറ്റ് ഐ ഫീൽ ടെറർ. ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. മൈ ഷിപ്പ്മേറ്റ്സ് ട്രൈ ടു ഗെറ്റ് ഓൺ ടു ദ റാഫ്റ്റ്. I was left alone in the middle of the sea without water and food. At last I was rescued. Convey my regards to all. Your lovingly വെലസ്കോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മിക്കവാറും ഈ ഒരു കണ്ടന്റ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ സെയിം കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതും നന്നായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഇതൊരു സ്പീച്ചായിട്ടാണ് ഈ വെലസ്കോ ഒരു സ്പീച്ചായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നോക്കേണ്ടത്. ഐ ആം വെരി ഹാപ്പി ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഐ ഹാഡ് ടു ഫേസ് എ ടെറിബിൾ എക്സ്പീരിയൻസ് അറ്റ് സീ. അറ്റ് ദാറ്റ് ടൈം ഐ നെവർ തോട്ട് that I would be alive and be among my dear ones. The shipwreck, the loss of my friends, and terrible loneliness, the hunger and thirst, the days of real challenge, but I escaped. Now everything looks like a nightmare. I don't know how I could overcome the situation. Even now, when I think of it, I feel terror creeping in my body, but it's all over. Tolerance, perseverance, and confidence can lead us to victory. Anyway, I am very much grateful to my dear friends for giving me such a wonderful reception back home. I would like to express my sincere gratitude to all of you. Let me conclude with these words: face the challenges boldly and the ultimate success will be yours. Thank you. Have a nice day. Okay, അപ്പോൾ ഇതുപോലെ അദ്ദേഹം പറയുന്ന ഒരു സ്പീച്ചായിട്ടും നമുക്ക് ഈ ഒരു കണ്ടന്റിനെ എഴുതാവുന്നതാണ്. ഓക്കെ,
ഇനി ആർച്ച് ടൂക്കിന് നമുക്കറിയാം. ആർച്ച് ടൂക്കിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ നോക്കുന്നത്. ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആർച്ച് ടൂക്ക് ഓഫ് Battenberg was a lover of fine arts. He encouraged and enjoyed paintings. He loved delicious food too. He ate delicious royal food and enjoyed the company of court painters, dancers and cooks. He spent a lavishly of food and wine too. He gifted painters and performing artists gold coins. He wished to be a project and as a prominent figure in the palace, surrounded by his flattering courtiers and friends. He was rich and loved food and art, but didn't have a practical knowledge. So the sharp-witted, a cunning child could fool him nicely. That's why they succeeded in fooling him and his courtiers. He was a proud and foolish. He didn't question fool when he showed an empty wall. ഓക്കെ, അപ്പോൾ ആർച്ച് ടൂക്കിൻ്റെ ക്യാരക്ടറാണ് പറയുന്നത്. അയാൾക്ക് ഫുഡിനോടൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് ആളുകൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ അയാൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.